ചരിത്രത്തിലാദ്യമായി വനിതാ ഏകദിന ലോകകപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ് ഇന്ത്യ. വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ വിശ്വവിജയികളായത്. 299 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 246 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. ബാറ്റിംഗിന് പിന്നാലെ ബൌളിംഗിലും തിളങ്ങിയ ഷഫാലി ശർമ്മയും ദീപ്തി ശർമ്മയുമാണ് കലാശപ്പോരിൽ ഇന്ത്യയ്ക്കായി ജയമൊരുക്കിയത്. ഷഫാലി വർമ്മ 87 റൺസും വിക്കറ്റും വീഴ്ത്തിയപ്പോൾ ദീപ്തി ശർമ്മ 58 റൺസും 5 വിക്കറ്റും സ്വന്തമാക്കി 2 തവണ തലനാരിഴയ്ക്ക് കൈവിട്ട ലോകകപ്പ് 3-ാം ഊഴത്തിലാണ് ഇന്ത്യൻ വനിതകൾ സ്വന്തമാക്കുന്നത്. നേരത്തെ നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 298 റൺസാണെടുത്തത്. ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്കായി ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ശ്രദ്ധയോടെയാണ് കളിച്ചത്. ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർക്കെതിരെ ആക്രമണോത്സുക ബാറ്റിംഗിന് ഇരുവരും തയ്യാറായില്ല, മറിച്ച് പതിയെ സ്കോർ ഉയർത്തി. ആദ്യ 6 ഓവറിൽ 45 റൺസാണ് ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത്. 10 ഓവർ എത്തുമ്പോഴേക്കും സ്കോർ 64-ലെത്തി. പിന്നീട് ഷഫാലി സ്കോറിംഗിന് വേഗം കൂട്ടി. 17 ഓവർ അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 97 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. എന്നാൽ 18-ാം ഓവറിൽ സ്കോർ 100 കടന്നതിന് പിന്നാലെ സ്മൃതി പുറത്താവുകയായിരുന്നു. 58 പന്തിൽ നിന്ന് 45 റൺസ് എടുത്താണ് മന്ദാന കൂടാരം കയറിയത്. ആ ഓവറിൽ തന്നെ അർദ്ധ സെഞ്ചുറി തികഞ്ഞ ഷഫാലി ടീമിനെ മുന്നോട്ട് നയിച്ചു. പിന്നാലെ ഇറങ്ങിയ ജമീമയുമായി ചേർന്ന് ഷഫാലി ടീമിനെ 150 കടത്തി. സ്കോർ 166-ൽ നിൽക്കെ ഷഫാലി പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി. 78 പന്തിൽ നിന്ന് 87 റൺസ് എടുത്താണ് താരം മടങ്ങിയത്. 7 4-ഉം 2 6-ഉം അടങ്ങുന്നതാണ് ഇന്നിംഗ്സ്. പിന്നാലെ 24 റൺസ് എടുത്ത ജമീമ പുറത്തായി. അതോടെ 171-3 എന്ന നിലയിലായി. 4-ാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ദീപ്തി ശർമ്മയും ചേർന്ന് ടീമിനെ 200 കടത്തി. ഈ കൂട്ടുകെട്ട് ടീമിന് പ്രതീക്ഷ നൽകിയെങ്കിലും ഹർമൻപ്രീതിനെ ക്രീസിൽ തുടരാൻ ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർ അനുവദിച്ചില്ല. 20 റൺസ് എടുത്ത് ഇന്ത്യൻ ക്യാപ്റ്റനെ മടക്കി. പിന്നീടിറങ്ങിയ അമൻജോത് കൗറും വീണതോടെ ഇന്ത്യ പ്രതിസന്ധിയിലായി. വിക്കറ്റുകൾ വീഴ്ത്തുമ്പോഴും ഒരു വശത്ത് നിലയുറപ്പിച്ച് ബാറ്റേന്തിയ ദീപ്തി ശർമ്മ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി. ഒപ്പം റിച്ച ഘോഷും അടിച്ചു കളിച്ചതോടെ സ്കോർ കുതിച്ചു. ദീപ്തി ശർമ്മ അർദ്ധ സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തു. റിച്ച ഘോഷ് 34 റൺസ് എടുത്ത് പുറത്തായി. ദീപ്തി 58 റൺസ് എടുത്ത് റണ്ണൌട്ടായി. ഒടുക്കം നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 298 റൺസ് എടുത്തു. ജാസ്മിൻ ബ്രിഡ്സ്, അന്നേക്ക ബോഷ്, സ്യൂൺ ലൂസ്, മരിസാന ക്യാപ്റ്റ് എന്നിവർ പുറത്താവുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ. ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറ വോൾവർത്ത് ക്രീസിലുണ്ടായിരുന്നു. എന്തായാലും കന്നി കിരീടമായിരുന്നു ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും നേടാൻ ശ്രമിച്ചത്.